ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ഗാർലിക് വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പിയായിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചില്ലി ഗാർലിക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം വെജ് നൂഡിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 5-6 മിനിറ്റ് കഴിയുമ്പോൾ നൂഡിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. വെന്തതിന് ശേഷം ഇത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. നമ്മളിത് തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നത് ഇത് അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 20 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലെ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ലൈറ്റായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഞാൻ 2 മീഡിയം സൈസിലെ തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞതാണ്. തക്കാളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ചെറിയ ക്യാപ്സിക്കം നീളത്തിലായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ക്യാബേജ് ഈ ഒരു സ്റ്റേജിൽ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിൽ സെറ്റ് ചെയ്തതിന് ശേഷം സോസസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ വിനീഗറും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിനൊക്കെ ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നൂഡിൽസിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചില്ലി ഗാർലിക് വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ഗാർലിക് വെജിറ്റബിൾ നൂഡിൽസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.